യെസ് ഹലോ ഹായ് 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി വീണ്ടും മിസ് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ബേസിക് സയൻസിലെ പുതിയൊരു ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് ടൈമിൽ വരുന്ന ചാപ്റ്റർ ആണ് 7ാമത്തെ ചാപ്റ്റർ ദ വേൾഡ് ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും വേഗം തന്നെ മെറ്റീരിയലും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ എടുത്ത് വെച്ചൊന്ന് റെഡി ആയിട്ടിരിക്കുക. വേൾഡ് ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ ലോകം. ഈ ലോകത്തെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് നോക്കി നിൽക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഡെയിലി ഒന്ന് എല്ലാ ദിവസവും നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വെക്കണം അവിടെ നിങ്ങളുടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഫോട്ടോസ് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും നമ്മൾ എത്രത്തോളം മാറി എന്നുള്ളത്. നമ്മൾ ഗ്രോ ചെയ്യുന്നു, നമ്മൾ വളരുന്നു, അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുന്നു. ഇതെല്ലാനും ഈ ലോകത്ത് സഹജമാണ്, എല്ലാം നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ ഈ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഒരു ചെറിയൊരു ഫിഗറും തന്നിട്ടുണ്ട്, അതിനൊരു ചെറിയ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പിക്ചർ നമ്മൾ നോക്കിയിട്ട് വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് പെയർ, ഓരോ പെയറിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഫസ്റ്റ് ഇത് പറയുന്നത് നമുക്ക് ശർക്കരയാണല്ലേ, ശർക്കര നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ രൂപവും ഭാവങ്ങളെല്ലാം മാറിയല്ലേ, അതിന്റെ ഷേപ്പ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. ഓക്കെ, ചേഞ്ച് സംഭവിച്ചു, മാറ്റം സംഭവിച്ചു. സെക്കൻഡ് വൺ ഒരു ചെറിയൊരു പയറുമണിയാണല്ലേ, ഒരു ചെറിയ പയറാണ്, അത് ഒരു പീ ആണ്. ഓക്കെ, അതിനകത്തും എന്താണ് മാറ്റം സംഭവിച്ചു, അത് മുളച്ചു വന്നിരിക്കുകയാണല്ലേ. ഓക്കെ, അവിടെയും ഒരു ചേഞ്ച് സംഭവിച്ചു. തേർഡ് ഫിഗർ കാണുന്നത് കാർമേഘങ്ങൾ, ക്ലൗഡ് ആണല്ലേ, റെയിനി, എന്താ പറയാ, നല്ല മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കാർമേഘങ്ങൾ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അല്ലെ, അപ്പൊ അച്ഛനും അമ്മയൊക്കെ പറയും അതേ മഴ പെയ്യാൻ പോകുന്നുണ്ട്, പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് പറയും. ബിക്കോസ് എന്താണ്, അത് കഴിഞ്ഞ് ആ ഒരു കാർമേഘം രൂപമാറ്റം സംഭവിച്ചു വരുന്നത് എന്തായിരിക്കും, റെയിൻ ആയിരിക്കും, മഴയായിരിക്കും. അവിടെയും ഒരു വലിയ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഇതുപോലെ നാച്ചുറലി സംഭവിക്കുന്നതും നമ്മളായിട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നമ്മുടെ വേൾഡിൽ ഒക്യൂർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ എന്തൊക്കെയാ സംഭവിച്ചത്, ശർക്കര എന്ത് സംഭവിച്ചു, പൊടിയായി മാറുന്നു, ക്രംബിൾസ് ആയിട്ട് മാറുന്നു. ബീൻ സീഡ്, പയറിന്റെ വിത്ത് എന്താവുന്നു, ഗ്രോസ്, അത് വളരുന്നു, വലിയ ചെടിയായിട്ട് മാറുന്നു. ക്ലൗഡ്, മേഘം എന്തായി, മഴയായിട്ട് മാറുന്നു. ഓക്കെ, ഇത്രയും ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ഒബ്സർവ് സം ഹാൻഡ് ക്രാഫ്റ്റ് മെയ്ഡ് ഫ്രം വാക്സ് ആൻഡ് പേപ്പർ. വാക്സും പേപ്പറും ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഹാൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഒരു ഫയർ ഇമോജി ഒന്ന് അയച്ചാടാൻ നോക്കട്ടെ. ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഒരു ഫയർ ഇമോജി അയച്ചു നോക്കട്ടെ. യെസ്, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കും പേപ്പർ, എപ്പോഴും എൻ്റെ ചുറ്റിനും കുറെ പേപ്പറും കളേഴ്സും ക്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ അതെല്ലാം നല്ല കാര്യങ്ങളാണ് കേട്ടോ. പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മൈൻഡ് റിലാക്സേഷന് പറ്റിയ കാര്യങ്ങളാണ്. ഓക്കെ, സോ വാക്സും പേപ്പറും യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളാണ് ഇവിടെ നമുക്ക് ഒരു ഫിഗർ കാണിക്കും. അതിന് മെറ്റീരിയൽസ് വേണ്ട എന്തൊക്കെയാണ്, കളർ ക്ലേ വേണം, കളറിന്റെ ക്ലേ, നല്ല കളിമണ്ണ് വേണം. അതുപോലെ തന്നെ കളർ പേപ്പർ വേണം, ചാർട്ട് പേപ്പർ വേണം, ബീഡ്സ്, മുത്തുകൾ വേണം, സിസേഴ്സ്, വെട്ടിയെടുക്കാനൊക്കെ നമുക്ക് എന്ത് വേണം, കത്രിക വേണം, സ്കെച്ച് പെൻ വേണം, വരക്കാനായിട്ട് സ്കെച്ച് പെൻ വേണം. യൂസിങ് ദീസ് മെറ്റീരിയൽസ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ട്രൈ ടു മേക്ക് ദ ഒബ്ജക്ട് ഷോൺ ഇൻ ദ ഫിഗർ. നമ്മൾക്ക് ഈ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, ഈ ഒരു ഇമേജ് കാണിച്ചിരിക്കുന്ന പോലെയുള്ള ഇത്തരം ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ ചാർട്ട് പേപ്പറും കളർ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ കുറെ ബട്ടർഫ്ലൈസിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ബീഡ്സ് ഒക്കെ, മുത്തൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈനെ കിട്ടോട്ടെ. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ദെൻ ക്ലേ യൂസ് ചെയ്തിട്ട് ഒരു പാമ്പും ഒരു പംകിനും ഉണ്ട്. വാവ്, നല്ല കോമ്പിനേഷൻ. ഓക്കെ, ഇത് കൂടാതെ ഞാൻ പണ്ട് എപ്പോഴും ഉണ്ടാക്കിയിരുന്നത് റോസാപ്പൂവായിരുന്നു. എനിക്ക് അതാണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിഞ്ഞിരുന്നത്. ഓക്കെ, സോ ഒരു പാമ്പുണ്ട്, ഒരു പംകിൻ ഉണ്ട്. ഇതെല്ലാം ക്ലേ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. നമുക്ക് ക്ലേ കയ്യിൽ കിട്ടുമ്പോൾ നോർമൽ ക്ലേ ആയിരിക്കും അല്ലെ. കളറിന്റെ ക്ലേ നോക്കി കഴിഞ്ഞാൽ നോർമൽ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്. നമ്മൾ അതിനിങ്ങനെ പിടിച്ച് കുറെ ഫോഴ്സ് ഒക്കെ കൊടുത്ത് ലാസ്റ്റ് ഈ പാമ്പിന്റെ ഷേപ്പിലും പംകിന്റെ ഷേപ്പിലൊക്കെ മാറ്റിയെടുക്കും. അപ്പൊ ആ ക്ലേയുടെ എന്ത് മാറി, വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ആ ക്ലേയുടെ എന്താണ് അവിടെ മാറ്റം സംഭവിച്ചത്, എന്താണ് മാറിയത്? യെസ്, ഷേപ്പ് ആണ് മാറിയത് അല്ലെ, അതിന്റെ ആകൃതിയാണ് മാറിയത്. ഓക്കെ, അതുപോലെ നമ്മുടെ ചാർട്ട് പേപ്പറും കളർ പേപ്പറിനകത്തും നമ്മൾ അതിനിങ്ങനെ കുറെ ഇങ്ങനെ മടക്കി അതിന്റെ ഷേപ്പ് മാറ്റിയെടുത്തു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്, ഓരോ വസ്തുവിലും അതിന്റെ ഷേപ്പ് ആണ് മാറിയത്. വാട്ട് ചേഞ്ചസ് ഹാവ് ഒക്യൂർഡ് ടു ഈച്ച് ഓഫ് ദ മെറ്റീരിയൽസ് യൂസ്ഡ്. നിങ്ങൾ ഉപയോഗിച്ച ഓരോ വസ്തുവിനും എന്ത് മാറ്റമാണ് ഉണ്ടായത്? കളർ ക്ലേക്ക് എന്ത് മാറ്റം സംഭവിച്ചു, അതിന്റെ ഷേപ്പ് മാറി, അതിന്റെ രൂപത്തിൽ മാറ്റം സംഭവിച്ചു. കളർ പേപ്പറിന്റെ രൂപത്തിൽ മാറ്റം സംഭവിച്ചു. ചാർട്ട് പേപ്പറിന്റെയും രൂപത്തിൽ മാറ്റം സംഭവിച്ചു. ഓക്കെ, യെസ്. ഇൻ ദ കേസ് ഓഫ് കളർ ക്ലേ, വാസ് ഇറ്റ് ദി സബ്സ്റ്റൻസ് ഓർ ഇറ്റ്സ് ഷേപ്പ് ദാറ്റ് ചേഞ്ച്ഡ്. കളർ ക്ലേയുടെ കാര്യം നമ്മൾ പറഞ്ഞു പോലെ, ആ കളർ ക്ലേയുടെ അകത്ത് ആ സബ്സ്റ്റൻസിനാണോ, ക്ലേ എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസ്, ക്ലേ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കളിമണ്ണ് വെച്ചാണ്. ആ കളിമണ്ണ് എന്ന് പറയുന്ന ആ ഒരു പദാർത്ഥത്തിനാണോ മാറ്റം സംഭവിച്ചത്, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിന് മാത്രമാണോ മാറ്റം സംഭവിച്ചത്? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ആ പദാർത്ഥത്തിന് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, അതിന്റെ ഷേപ്പ് മാത്രമാണ് മാറിയതല്ലേ. അതിന്റെ ഷേപ്പ് മാറി വേറൊരു ആകൃതിയിലേക്ക് അത് മാറി. അപ്പോൾ ഷേപ്പ് മാത്രം, ഓൺലി ദ ഷേപ്പ് ഓഫ് ദ സബ്സ്റ്റൻസ് ചേഞ്ച്ഡ്, രൂപത്തിൽ മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, വേറൊന്നും അവിടെ മാറിയിട്ടില്ല.
ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഷേപ്പ് എന്താണ് രൂപമാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത്? എക്സാമിൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു ദ ഒബ്ജക്ട് ഇൻ ഈച്ച് സിറ്റുവേഷൻസ്. ഓരോ സിറ്റുവേഷൻസിലും ഒബ്ജക്റ്റിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് നല്ല എന്താ പറയാ, വേനൽക്കാലത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പറയുന്ന വാട്ടർമെലൺ അല്ലേ, തണ്ണിമത്തൻ എന്ന് പറയുന്നത്. നല്ല ആശ്വാസമായിരിക്കുള്ളൂ തണ്ണിമത്തൻ്റെ ഒരു ജ്യൂസ് കുടിച്ചു കഴിയുമ്പോൾ കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട്. ഓക്കെ, അപ്പോൾ തണ്ണിമത്തൻ നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓരോ പൈസ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ച് കഴിയുമ്പോൾ തണ്ണിമത്തൻ്റെ ആ ഒരു സ്വഭാവത്തിലോ അല്ലെങ്കിൽ ആ ഒരു പദാർത്ഥത്തിലോ മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല, അതിന്റെ ഷേപ്പ് മാത്രം മാറിയല്ലേ. റൗണ്ട് ഷേപ്പ് ആയിരുന്നു, പിന്നെ ചെറിയ ചെറിയ സർക്കിൾസിന്റെ ഒരു ചെറിയ ചെറിയ പാർട്സ് പോലെ ചെറിയ ട്രയാങ്കിൾ ഷേപ്പിലേക്ക് അത് മാറി. ഓക്കെ, ഷേപ്പ് മാറി. ഇവിടെ അടുത്ത എന്താണ്? മരക്കഷ്ണം അല്ലെങ്കിൽ മരത്തടി, വുഡ് നമ്മൾ ഏത് ഷേപ്പിലേക്ക് മാറ്റിയെടുത്തു? ഒരു ചെയറിന്റെ ഷേപ്പിലേക്ക് നല്ല അടിപൊളിയായിട്ട് മാറ്റിയെടുത്തു. ഓക്കെ, അപ്പോഴും അവിടെ ആ ഒരു സബ്സ്റ്റൻസിന് മാറ്റം സംഭവിക്കുന്നില്ല, അതിന്റെ ഷേപ്പിന് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. വുഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയർ ഉണ്ടാക്കുന്നുണ്ട്, എന്താ പറയാ, കട്ടിലുണ്ടാക്കുന്നുണ്ട് അല്ലെ, വാതില്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴവിടെ ഷേപ്പ് മാത്രമാണ് മാറുന്നത്. അടുത്ത ഫിഗർ നോക്കൂ. ഓക്കെ, ഒരു ബോട്ടിൽ ബ്രേക്ക് ആവുകയാണല്ലോ, പൊട്ടിപ്പോകുന്നതാണ്. ബോട്ടിലിന്റെ ആദ്യത്തെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു. അത് പൊട്ടി കഴിഞ്ഞപ്പോൾ പല പല ഷേപ്പിലേക്ക് അത് മാറിപ്പോയല്ലേ, ചെറിയ ചെറിയ പീസസ് ആയിട്ട് അത് മാറിപ്പോയി. അപ്പോഴും അവിടെ അതിന്റെ സബ്സ്റ്റൻസിൽ മാറ്റമില്ല, മറിച്ച് അതിന്റെ ഷേപ്പിൽ മാത്രമാണ് അവിടെ മാറ്റം സംഭവിക്കുന്നത്. ലാസ്റ്റ് ഫിഗർ നോക്കിയേ. ഒരു പൈപ്പിനുള്ളിലേക്ക് അടുത്തൊരു പൈപ്പ് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പൊ പൈപ്പിന്റെ ഷേപ്പ് മാറുന്നുണ്ട്, ഷേപ്പ് മാറി ചെറിയൊരു ഫോർമേഷൻ മാറുന്നുണ്ട്. പക്ഷേ അവിടെയും സബ്സ്റ്റൻസ് മാറുന്നില്ല, ഷേപ്പ് മാത്രമാണ് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം എന്താണ് സംഭവിച്ചത്? ഓൺലി ചേഞ്ച് ഇൻ ഷേപ്പ്. ചേഞ്ച് ഇൻ ഷേപ്പ് മാത്രമാണ് അവിടെ ഒക്യൂർ ചെയ്തത്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ സബ്സ്റ്റൻസ്. അതിന്റെ പദാർത്ഥത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ ആർ ഓൾ ദ ചേഞ്ചസ് ഷോൺ ഇൻ ദ പിക്ചർ സെയിം? ഈ ചിത്രത്തിൽ കാണുന്ന മാറ്റങ്ങളെല്ലാം ഒരുപോലെയാണോ? ഡിസ്കസ് ചെയ്യാൻ. യെസ്, ഓൾ ദീസ് ആർ സിമിലർ ആസ് ദർ ഈസ് ഓൺലി ചേഞ്ച് ഇൻ ഷേപ്പ് ആൻഡ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ സബ്സ്റ്റൻസ്. അതേ, എല്ലാ മാറ്റങ്ങളും ഒരുപോലെയാണ്, കാരണം പദാർത്ഥത്തിൽ മാറ്റം ഉണ്ടാകാതെ രൂപത്തിൽ മാത്രമാണ് അവിടെ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ചേഞ്ച് ഇൻ ഷേപ്പ് ആണ് കേട്ടോ, അവരുടെ രൂപത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വേർ ദ സിറ്റുവേഷൻസ് വേർ നേച്ചർ ആൻഡ് അതർ ലിവിംഗ് ഓർഗാനിസംസ് മേക്ക് യൂസ് ഓഫ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് വെള്ളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രകൃതി തന്നെ വെള്ളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വെള്ളത്തിന്റെ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെള്ളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? ഫോർമേഷൻ ഓഫ് റെയിൻ, മഴ ഉണ്ടാവുന്നത്. ഓക്കെ, മഴ ഉണ്ടാവുന്നത് വലിയൊരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഈ കടലിലേക്ക് വെള്ളം നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ ചൂട് കാരണം ചെറിയ ചെറിയ വാട്ടർ വേപ്പേഴ്സ് ആയിട്ട്, വെള്ളം തന്നെയാണ് കേട്ടോ, വെള്ളം വേപ്പർ ആയി കഴിയുമ്പോഴും അത് വെള്ളം തന്നെയാണ്, വെള്ളത്തിനകത്തുള്ള ആൾക്കാരൊക്കെ സെയിം തന്നെയാണ്, സബ്സ്റ്റൻസ് സെയിം തന്നെയാണ്. അത് ചെറിയ വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകും. മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അത് തണുത്തുറയും. അവിടുത്തെ തണുപ്പ് കാരണം അത് തണുത്തുറഞ്ഞ് ക്ലൗഡ്സ് ആയിട്ട് മാറും. ആ ക്ലൗഡ്സ് പിന്നീട് റെയിൻ ആയിട്ട്, മഴയായിട്ട് താഴേക്ക് വീഴുന്നു. ഓക്കെ, ഒരു വെള്ളത്തിനുണ്ടായ മാറ്റം കണ്ടോ? പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന മാറ്റമാണത്. ഓക്കെ, വെള്ളം എന്താവുന്നു? ആദ്യം വേപ്പർ ആവുന്നു, മുകളിൽ ചെന്ന് തണുത്തുറഞ്ഞ് അത് മേഘമാകുന്നു, മേഘം എന്തായി മാറുന്നു? റെയിൻ ആയിട്ട് മാറുന്നു. വെള്ളത്തിന്റെ സബ്സ്റ്റൻസിനകത്ത്, വെള്ളം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നമ്മളുടെ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളം ഫോം ചെയ്യുന്നത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നതാണ്. അതുകൊണ്ടാണ് വെള്ളത്തിന് H2O എന്ന് നമ്മൾ വിളിക്കുന്നത്. വലിയ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ, ഇതെങ്ങനെ H2O ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ 2 ഹൈഡ്രജനും അതുപോലെ 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഒരു വാട്ടർ മോളിക്യൂൾ. ഓക്കെ, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് ഒരു വാട്ടർ മോളിക്യൂള്. ഇങ്ങനത്തെ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ചേർന്ന് കഴിയുമ്പോൾ, മില്യൺസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു തുള്ളി വെള്ളം കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? കോടിക്കണക്കിന് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പറയുന്ന മോളിക്യൂൾസിനകത്ത്, അതായത് ഈ പറയുന്ന 2 ഹൈഡ്രജനിലോ 1 ഓക്സിജനിലോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവരുടെ രൂപത്തിൽ മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. വെള്ളത്തിന്റെ രൂപത്തിൽ മാത്രമാണ് മാറുന്നത്. വെള്ളം എന്തായി മാറി? ലിക്വിഡ് ആയിട്ട് മാറുന്നു, ഗ്യാസ് ആയിട്ട് മാറുന്നു, സോളിഡ് ആയിട്ട് മാറുന്നു. ഇപ്പൊ റെയിൻ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചു? ആദ്യം വെള്ളം ലിക്വിഡ് ഫോമിലായിരുന്നു. നമ്മുടെ കടലിൽ കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലായിരുന്നു. സൂര്യന്റെ ആ ഒരു തീക്ഷ്ണത, ആ ഒരു ചൂട് കാരണം അതെന്തായി മാറി? വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് മുകളിലേക്ക് പോയി. അപ്പൊ അത് വേപ്പർ ആണ്, അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലാണെന്ന് പറയാം.
ഗേഷ്യസ് ഫോമിലാണെന്ന് പറയാം. ഇനി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അത് തണുത്തുറഞ്ഞ മേഘമായിട്ട് മാറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും എന്തായി മാറി? അത് ലിക്വിഡായിട്ട് അല്ലെങ്കിൽ വെള്ളമായിട്ട്, റെയിൻ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫോർമേഷൻസ് ആണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ? ഇവിടെ എല്ലാം വെള്ളത്തിനകത്തുള്ള ആൾക്കാർ ആരൊക്കെ തന്നെയാണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും തന്നെയാണ്. അതിനകത്തുള്ള ആൾക്കാരോ ആ സബ്സ്റ്റൻസോ മാറുന്നില്ല, അതിന്റെ രൂപം മാത്രമാണ് മാറുന്നത്. ഓക്കെ, അപ്പൊ നാച്ചുറലി നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റേറ്റ് ഓഫ് വാട്ടറിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ഈ പറഞ്ഞത് കേട്ടോ. ദെൻ ഫോർമേഷൻ ഓഫ് ക്ലൗഡ്, മേഘം ഉണ്ടാവുമ്പോഴും വെള്ളത്തിൽ മാറ്റം സംഭവിക്കുന്നു. കൂളിംഗ്, ശീതീകരണം, അവിടെയും വെള്ളത്തിൽ മാറ്റം സംഭവിക്കുന്നു. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, ജലശുദ്ധീകരണത്തിലും എന്ത് സംഭവിക്കുന്നുണ്ട്? വെള്ളത്തിലെ രൂപത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്, അവരുടെ രൂപത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്, നത്തിങ് എൽസ്, വേറൊന്നുമല്ല. ഓക്കെ, നമ്മൾ മഴ ഉണ്ടാവുന്ന കാര്യം പറഞ്ഞു. ഈ കാണുന്ന ക്ലൗഡ്സ് കണ്ട കറുത്ത കാർമേഘങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? അതിൽ നിന്ന് റെയിൻ ഫോം ചെയ്യും, മഴ പെയ്യും എന്നുള്ള കാര്യം മനസ്സിലാകും. കണ്ടോ, കുറച്ച് കഴിയുമ്പോൾ മഴയായിട്ട് മാറും. കണ്ടോ, അത് മഴയായിട്ട് മാറി, സൗണ്ട് വന്നു. ഓക്കെ, അത് മഴയായിട്ട് മാറി. എനിവേസ്, അപ്പോൾ ഇതുപോലെയുള്ള നാച്ചുറലി ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ വെള്ളം നമ്മൾ ചൂടാക്കും, നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുന്നു. ഓക്കെ, ചൂടാക്കി നന്നായി ചൂടാക്കി കഴിയുമ്പോൾ അത് എന്തായി മാറി? അത് ഗ്യാസ് അല്ലെ, വേപ്പർ ആയിട്ട് അങ്ങ് പോയി. ഓക്കെ, അത് നമ്മളായിട്ട് ചെയ്യുന്ന ഒരു ചേഞ്ച് ആണല്ലേ, വെള്ളത്തിന് കൊടുക്കുന്ന ഒരു ചേഞ്ച് ആണ്. അപ്പൊ നാച്ചുറലി ഉണ്ടാവുന്നുണ്ട്, നമ്മളായിട്ട് കൊടുക്കുന്ന ചേഞ്ചസ് ഉണ്ട്. ബട്ട് ഇതിലെല്ലാം എന്താണ്? രൂപം മാത്രമേ മാറുന്നുള്ളൂ. When the state of water changes, is there any change in water as a substance? ജലത്തിന് അവസ്ഥാ മാറ്റം ഉണ്ടാകുമ്പോൾ ജലം എന്ന പദാർത്ഥത്തിന് ഒരു മാറ്റം ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? നിങ്ങൾ ആൻസർ പറയൂ. ഓൾറെഡി ഇവിടെ ആൻസർ ഉണ്ട്, എന്നാലും പറഞ്ഞോളൂ. ഓക്കെ, യെസ് ഓർ നോ? നോ. യെസ്, there is no change in water as a substance. സബ്സ്റ്റൻസിന് മാറ്റമില്ല. അവിടെ അപ്പോഴും 2 ഹൈഡ്രജനും 1 ഓക്സിജനും തന്നെയാണ്. അവിടെ എന്താണ്? അതിന്റെ സ്റ്റേറ്റിൽ മാത്രം, അവസ്ഥയിൽ മാത്രമാണ് അവിടെ മാറ്റം ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് കണ്ടോ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വെള്ളത്തിന് നമ്മൾ പറഞ്ഞു, വെള്ളത്തിന് 3 സ്റ്റേറ്റ് ഉണ്ട് മെയിൻ ആയിട്ട്. ഈ 3 സ്റ്റേറ്റിലും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന 3 സ്റ്റേറ്റിലും കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ വാട്ടർ അല്ലേ. വെള്ളത്തിനാണ് ഈ 3 സ്റ്റേറ്റിലും നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. വെള്ളം സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് എന്തായിരിക്കുള്ളൂ? അത് ഐസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അതിനെ എന്താ പറയാ, ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കിട്ടും? അതിനെ ലിക്വിഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ വാട്ടർ ആയിട്ട് മാറും. വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? അത് വേപ്പർ ആയിട്ട് മാറുന്നു. അപ്പൊ വെള്ളം നടുക്കിരിക്കട്ടെ കേട്ടോ, വാട്ടർ നടക്കിരിക്കട്ടെ. അപ്പൊ ഞാൻ ഇതിന്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഞാൻ ആരോ ഇട്ടിട്ടുണ്ട്. ലെഫ്റ്റിലോട്ട് ആരോ ഇട്ടിരിക്കുന്നത് ഐസിലോട്ടാണ്. തണുപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെ, കൂളാക്കി കഴിഞ്ഞാൽ, വാട്ടറിനെ കൂളാക്കി കഴിഞ്ഞാൽ, തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? ഐസ് ആയിട്ട് മാറുന്നു, ഒരു സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ലിക്വിഡ് മാറി സോളിഡ് ആയി. ഇനി റൈറ്റിലോട്ട് ഞാൻ ആരോ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്? വേപ്പറിലേക്കാണ്, ഗ്യാസിലേക്കാണ്. അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ, തണുപ്പിച്ച് കഴിഞ്ഞാൽ അല്ല, ചൂടാക്കി കഴിഞ്ഞാൽ അതെന്തായി മാറുന്നു? വേപ്പർ അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് മാറുന്നു, നീരാവി ആയിട്ട് മാറുന്നു അല്ലെ. അപ്പോൾ ഈ 3 സ്റ്റേറ്റിലും വെള്ളത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ എല്ലാനും അതിന്റെ സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ, അതിന്റെ സബ്സ്റ്റൻസിൽ മാറ്റം വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിലുള്ള ചേഞ്ച് എന്താണ്, സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഓൾറെഡി ഞാൻ ലിസ്റ്റ് ചെയ്താണ് തന്നിട്ടുള്ളത്. ഐറ്റംസ് ഏതൊക്കെയാണ്? കട്ടിംഗ് വാക്സ് ഇൻ ടു പീസസ്, മെഴുകിനെ നമ്മൾ മുറിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയാണ്. അപ്പോൾ അതിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത്? അവിടെയും അതിന്റെ ഷേപ്പിനാണ് മാറ്റം സംഭവിക്കുന്നത്, രൂപത്തിനാണ് മാറ്റം സംഭവിക്കുന്നത്. അതിന്റെ സ്റ്റേറ്റ് എന്ത് തന്നെയാണ്? വാക്സിന്റെ സ്റ്റേറ്റ് മുറിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? നമ്മൾ ചൂടാക്കി തണുപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അതിന്റെ സ്റ്റേറ്റ് സോളിഡ് തന്നെയാണ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ വാക്സ് ഉണ്ടായിരുന്നു, കട്ട് ചെയ്തപ്പോഴും സോളിഡ് സ്റ്റേറ്റ് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഹീറ്റിംഗ് വാക്സ്, മെഴുകിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവിടെയും സ്റ്റേറ്റ് തന്നെയാണ് ചേഞ്ച് ആവുന്നത്. സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നു, ചേഞ്ച് ആയിട്ട് എന്തായിട്ട് മാറുന്നു? അവിടെ സോറി, നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ ഷേപ്പ് മാത്രമേ ചേഞ്ച് ആയുള്ളൂ. രണ്ടാമത്തെ കേസിൽ അവിടെ സ്റ്റേറ്റ് ആണ്, അവസ്ഥയിലാണ് മാറ്റം ഉണ്ടാവുന്നത് അല്ലേ. അത് ഓൾറെഡി സോളിഡ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ എന്തായിട്ട് മാറി? അത് ലിക്വിഡ് ആയിട്ട് മാറി. അതിന്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി, ഷേപ്പ് അല്ല, സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി. ഇനി കൂളിംഗ് മോൾട്ടൺ വാക്സ്, ഉരുകിയിരിക്കുന്ന മെഴുകിനെ നമ്മൾ തണുപ്പിക്കാൻ പോവാണ്. തണുപ്പിച്ച് കഴിയുമ്പോൾ, ഉരുകിയിരിക്കുമ്പോൾ അത് എന്ത് സ്റ്റേറ്റ് ആയിരുന്നു? ലിക്വിഡ് സ്റ്റേറ്റ് ആയിരുന്നു. തണുപ്പിച്ച് കഴിയുമ്പോൾ അത് എന്തായിട്ട് കൺവേർട്ട് ആവും? അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവുന്നു. അവിടെയും എന്താണ്? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണല്ലേ, അവസ്ഥയിലാണ് മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പൊ ഉണ്ടായ അവസ്ഥ ഏതാണ്? അത് സോളിഡ് സ്റ്റേറ്റിലേക്ക്, ഖര അവസ്ഥയിലേക്കാണ് ഇത് മാറിയത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഐറ്റംസ് തന്നിട്ട് അതിന്റെ ചേഞ്ച് എങ്ങനെയാണ് വരുന്നത്? സ്റ്റേറ്റിലാണോ ഷേപ്പിലാണോ ചേഞ്ച് എന്ന് ചോദിക്കും. അതുപോലെ അത് ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതും ചോദിക്കാം. സോ ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, യെസ്. ഇനി ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാക്സ് ഓൺ ഹീറ്റിംഗ്, ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ വാക്സിനെ ചൂടാക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വേറൊന്നുമല്ല, ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, ബോയിലിംഗ് ടെസ്റ്റ് ട്യൂബ്, നമുക്ക് കത്തിക്കാൻ പറ്റുന്ന, താഴെ തീ കൊടുക്കാൻ പറ്റുന്ന ടെസ്റ്റ് ട്യൂബാണ് ബോയിലിംഗ് ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ കുറച്ച് വാക്സിന്റെ പീസസ് ഇട്ട് കൊടുത്തു.
ഓക്കെ, വാക്സ് മെഴുകിന്റെ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് താഴെ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ലാമ്പ് വെച്ചിട്ട് അതിനെ ചൂടാക്കി. ആ ടെസ്റ്റ് ട്യൂബിനെ ഒന്ന് ചൂടാക്കി. ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് എന്തുണ്ട്? നമ്മുടെ വാക്സ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ചൂടാക്കിയിട്ട് ആ ടെസ്റ്റ് ട്യൂബിന്റെ ഏറ്റവും മുകളിലെ ഭാഗം നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചു. ഓക്കെ, ഒരു കോട്ടൺ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു. ഓക്കെ, ആ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫിഗർ. എന്താണ് ചെയ്തത്? ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിലേക്ക് നമ്മൾ കുറച്ച് വാക്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് താഴെ നമ്മൾ ഒരു ലാമ്പ് ഉപയോഗിച്ചിട്ട് അതിനെ ചൂടാക്കി കൊടുത്തു. മുകളിൽ ഒരു കോട്ടന്റെ ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടോ. ഇത് നമ്മൾ കയ്യിൽ പിടിച്ച് ചെയ്തിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ്. ഇത് നമ്മൾ ടെസ്റ്റ് ട്യൂബ് പിടിക്കാനായിട്ടുള്ള ഒരു ഹോൾഡർ കൂടി വേണം. ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ കൂടി വേണം. എന്നാൽ നമുക്ക് കൈ കൊള്ളാതെ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇതിന്റെ അവസാനം എന്തായിരിക്കും സംഭവിക്കുന്നത്? വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു ദ വാക്സ് ഇൻ ദിസ് എക്സ്പെരിമെന്റ്? ഈ പരീക്ഷണത്തിൽ മെഴുകിന് എന്ത് മാറ്റമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുന്നത്? വാക്സ് വിൽ മെൽറ്റ് ആൻഡ് ചേഞ്ചസ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, മെഴുകുരുകിയിട്ട് ദ്രാവകമായിട്ടാണ് മാറുന്നത്. ഇനി നമ്മൾ വീണ്ടും ചൂടാക്കി. ഓൾറെഡി അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറി, ദ്രാവകമായിട്ട് മാറി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? ചൂട് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫർദർ ചൂടാകുന്നു. അപ്പൊ അത് എന്തായിട്ട് മാറുന്നു? വേപ്പർ സ്റ്റേറ്റിലേക്ക്, വാതക അവസ്ഥയിലേക്കാണ് വീണ്ടും അത് മാറുന്നത്. ഇനി നമ്മൾ അതിനെ തണുപ്പിച്ചു കഴിഞ്ഞാലോ? തണുപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് എന്തായി മാറി? നമ്മുടെ പഴയ പോലെ ലിക്വിഡ് ആവുന്നു. അതിനുശേഷം നേരെ അത് എന്തായിട്ട് മാറുന്നു? സോളിഡ് ആയിട്ട് മാറുന്നു. അപ്പൊ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്ന അറിയോ? ആ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിലും അതുപോലെ തന്നെ ആ കോട്ടന്റെ ഒക്കെ ഭാഗത്തായിട്ട് മെഴുകി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റും. കാരണം ചൂട് മാറി. ആ ചൂട് മാറിക്കഴിഞ്ഞ് വീണ്ടും അത് തണുത്ത് കഴിയുമ്പോൾ, ചൂട് മാറുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ചൂട് മാറാന്ന് പറയുന്നത് അതിന് കിട്ടിയ ചൂട് മൊത്തം, വേപ്പർ ആയപ്പോൾ അതിന് കിട്ടിയ ചൂട് മൊത്തം അത് പുറത്തേക്ക് കളഞ്ഞു. ഓക്കെ, പുറത്തേക്ക് അത് റിലീസ് ചെയ്തു. ഹീറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് തണുക്കുന്നത്. ഓക്കെ, അത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും എന്തായി? അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറി. അതപ്പോൾ നമുക്ക് ആ ടെസ്റ്റ് ട്യൂബിന്റെ ആ ഒരു സൈഡിലും അതുപോലെ തന്നെ ആ കോട്ടന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ആ മെഴുക് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചല്ലേ? കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യം നമ്മൾ ചൂടാക്കി, അതിനെ ലിക്വിഡാക്കി മാറ്റി, വീണ്ടും ചൂടാക്കി, അതിനെ വേപ്പറാക്കി മാറ്റി, വീണ്ടും അതിനെ തണുപ്പിച്ചിട്ട് അതിനെ വീണ്ടും സോളിഡ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ച് അതിന് ഹീറ്റ് കിട്ടും. തണുപ്പിച്ച് കഴിയുമ്പോൾ ഹീറ്റ് അത് പുറത്തേക്ക് കളയും, റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ് ആ മെഴുകിൽ സംഭവിച്ചത്. ആ മാറ്റങ്ങളാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്ലോക്ക് ഓഫ് വാക്സ് എന്ന് പറയുന്നത് വാക്സിന്റെ ഒരു ചെറിയൊരു കഷ്ണം. ഈ കഷ്ണത്തിന് നമ്മൾ ചൂട് കൊടുത്തു, ഹീറ്റിംഗ് ആണ് കേട്ടോ, ചൂട് കൊടുത്തു. അപ്പൊ റിസീവ്സ് ഹീറ്റ് എനർജി, താപോർജം, ഹീറ്റ് എനർജി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ വാക്സ് മെൽറ്റ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. അത് മെൽറ്റായിട്ട് ഉരുകിയിട്ട് അത് ദ്രാവക അവസ്ഥയിലേക്ക് പോകുന്നു. ദെൻ വീണ്ടും ചൂട് കൊടുത്തു, നമ്മൾ ചൂട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും റിസീവ്സ് ഹീറ്റ് എനർജി, വീണ്ടും ചൂട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൾട്ടൺ വാക്സ്, നമ്മുടെ ഉരുകിയ വാക്സ് എന്തായിട്ട് മാറി? വേപ്പറായിട്ട് മാറി, ഗ്യാസ് ആയിട്ട് മാറി. അത്രയും ചൂട് കിട്ടി. ഇനി നമ്മൾ അതിനെ കൂൾസ് ഡൗൺ. കൂൾസ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിക്കുകയാണ്. ചൂടൊക്കെ മാറ്റിയിട്ട് വീണ്ടും തണുപ്പിക്കുകയാണ്. അപ്പോൾ റിലീസസ് ഹീറ്റ് എനർജി, കിട്ടിയ ചൂട് മൊത്തം അത് പുറത്തേക്ക് അങ്ങ് കളഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? വാക്സ് ഇൻ വേപ്പർ സ്റ്റേറ്റ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ആ വാക്സ് വീണ്ടും ലിക്വിഡ് സ്റ്റേറ്റ് ആയി. അത് കഴിഞ്ഞ് വീണ്ടും തണുത്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? അത് വീണ്ടും നമ്മുടെ ബ്ലോക്ക് ആയിട്ട് മാറും. ഓക്കെ, അത് നല്ല കട്ടിയുള്ള സോളിഡ് ആയിട്ട് മാറും. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് കണ്ടില്ലേ? സ്റ്റേറ്റിൽ ഉണ്ടായ ഒരു ഷിഫ്റ്റ്, അതൊരു ലൂപ്പ് പോലെയാണ്. ചൂട് കൊടുക്കുന്നതിനനുസരിച്ച് അത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും, ലിക്വിഡും അതുപോലെ തന്നെ വേപ്പറായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇനി ചൂട് പോയി കഴിഞ്ഞാൽ, തണുത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ചെന്താവും? ലിക്വിഡ് ആവുന്നു. ദെൻ അത് നേരെ സോളിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇത്രയും മാറ്റങ്ങൾ ആ വാക്സിൽ സംഭവിച്ചു. ഈ പറയുന്ന മാറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം. വേറെ ഒന്നിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതിന്റെ ടേസ്റ്റിനോ അല്ലെങ്കിൽ അതിനകത്തുള്ള സബ്സ്റ്റൻസിനോ ഒന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രം, ലൈക്ക് സൈസോ ഷേപ്പോ അല്ലെങ്കിൽ സ്റ്റേറ്റോ, അതിന്റെ അവസ്ഥയിലോ ആകൃതിയിലോ വലിപ്പത്തിലോ മാറ്റം സംഭവിച്ചാൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഇതിനെയാണ് നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ ഭൗതിക സ്വഭാവങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിൽ മാറ്റം സംഭവിച്ചാൽ നമുക്ക് ആ ചേഞ്ചിനെ ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം, ഭൗതിക മാറ്റം എന്ന് വിളിക്കാം. ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന മാറ്റങ്ങളാണ് ഫിസിക്കൽ ചേഞ്ച്. ഏതൊക്കെയാണ് ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? സൈസ്, ഷേപ്പ്, സ്റ്റേറ്റ്. ഏതൊക്കെയാണത്? വലിപ്പം, ആകൃതി, അവസ്ഥ. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ മാറ്റം സംഭവിച്ചാൽ അതിനെ നമുക്ക് ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. എക്സ്പാൻഡിങ്, മെൽറ്റിംഗ്, ബ്രേക്കിംഗ് ആൻഡ് ടിയറിംഗ് ആർ ഫിസിക്കൽ ചേഞ്ചസ്. എന്തൊക്കെയാണ്? വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഇതെല്ലാം എന്താണ്? ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത് കാരണം പുതിയ സബ്സ്റ്റൻസോ വേറൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇൻ സം ഫിസിക്കൽ ചേഞ്ചസ് എനർജി ഈസ് എയ്തർ അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലിക മാറ്റങ്ങളാണ് കേട്ടോ.
ടെമ്പററി മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മളുടെ ബ്ലോക്ക് ഓഫ് വാക്സ് എടുത്തു. വാക്സ് എടുത്തു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ചൂട് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? അത് എനർജീനെ അബ്സോർബ് ചെയ്തു അല്ലെ. എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് അത് വേറെ സ്റ്റേറ്റിലേക്ക് മാറി. വീണ്ടും എനർജീനെ അബ്സോർബ് ചെയ്ത് വീണ്ടും വേറെ സ്റ്റേറ്റിലേക്ക് മാറി. എന്നിട്ട് ആ എനർജി മൊത്തം അത് റിലീസ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ആയല്ലേ, അത് ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി എയ്തർ അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. ഫിസിക്കൽ ചേഞ്ചിൽ എനർജി കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനർജീനെ കൊടുക്കുകയും എടുക്കുകയും ചെയ്തിട്ട് അതിന്റെ സ്റ്റേറ്റ് മാറുന്നുണ്ട്. പക്ഷേ ആ സ്റ്റേറ്റ് മാറുന്നത് ടെമ്പററി ആയിട്ടാണ്, താൽക്കാലികമായിട്ടാണ് അല്ലെ. അത് കുറച്ച് കഴിയുമ്പോൾ എന്തായി മാറി, തണുത്ത് കഴിയുമ്പോൾ വേറെ രൂപത്തിലേക്ക് മാറിയല്ലേ. അപ്പൊ ആ ചേഞ്ച് എന്ന് പറയുന്നത് ടെമ്പററി, കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ, പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ല. നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത്രയും എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഫിസിക്കൽ ചേഞ്ചിന്റെ ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം. ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് സച്ച് as സൈസ്, ഷേപ്പ്, സ്റ്റേറ്റ് ആർ കോൾഡ് ഫിസിക്കൽ ചേഞ്ചസ്. ഓക്കെ, സൈസ്, ഷേപ്പ്, സ്റ്റേറ്റ്, വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. വേറെ ഒന്നും മാറുന്നില്ല, ആ സബ്സ്റ്റൻസോ വേറെ ഒന്നും മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെഫിനിഷൻസ് ആണ് ഫിസിക്കൽ ചേഞ്ചിന്റെയും അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചിന്റെയും ഡെഫിനിഷൻസ് വരുന്നത് കേട്ടോ. സോ അതെന്തായാലും പഠിക്കണം. ദെൻ വരുന്നതാണ് നമുക്ക് കെമിക്കൽ ചേഞ്ച്. ഓക്കെ, സോ കെമിക്കൽ ചേഞ്ച് നമുക്ക് ഇതുപോലെ തന്നെ വരുന്ന, പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ അറിയാനും പഠിക്കാനുണ്ട്, കുറച്ച് എക്സ്പീരിമെന്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഫിസിക്കൽ ചേഞ്ച് വരെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഹാഫ് വരുന്നത്. കെമിക്കൽ ചേഞ്ച് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മൊത്തത്തിൽ കലങ്ങിന്ന് വരില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കെമിക്കൽ ചേഞ്ച് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് വരെ ടോപ്പിക് എല്ലാം സെറ്റ് ആണെങ്കിൽ ഒരു ഫയർ ഇമോജി കൂടി ഒന്ന് അയച്ചാടാൻ നോക്കട്ടെ. എല്ലാം സെറ്റ് ആണ്, സൂപ്പർ ആണ്. സോ അടുത്ത സെക്കൻഡ് ഹാഫുമായിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നവരെയും ബൈ.